പിന്നെ ഞങ്ങളുടെ ഒരു കോൺട്രാക്റ്റും പീരീഡ് ഉണ്ട്. എന്ന് വെച്ചാൽ കോൺട്രാക്റ്റും കൊണ്ടുവന്ന് എനിക്ക് പ്രശ്നമൊന്നുള്ള കാര്യമില്ല. കാര്യം ഇതിനു മുമ്പ് ഞാനൊരു പർട്ടിക്കുലർ കാര്യം വിളിച്ച് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു കോൺട്രാക്റ്റാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് സുപ്രീം കോടതിയിൽ നിന്നും അല്ലല്ലോ പേരെന്ന് ചോദിച്ച ആളാണ് ഞാൻ. അംഗീകരിക്കപ്പെടുന്നത് ബിഗ് ബോസിലൂടെ ആണെങ്കിലും ആത്യന്തികമായിട്ട് ഞാനായതുകൊണ്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. ജനങ്ങൾക്ക് എപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ട് സോഷ്യൽ മീഡിയയിൽ ആനന്ദം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭയങ്കര ഒരു ഓഡിയൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ച് അതൊരു ബിഗ് ബോസ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഉന്നയിച്ചൊരു വളരെ ഗൗരവകരമായ ഒരു വിഷയം, ഒരു പെൺകുട്ടികൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ശോഭയുടെ ഉറപ്പ്. എന്ത് മര്യാദകളാണ് ഈ പറയുന്നത്? ഇനി നാളെ എന്നെ എത്ര തള്ളി പറഞ്ഞാലും ഞാൻ കേൾക്കുമ്പോൾ ഒരു വേദനയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്സഹായാവസ്ഥ. ഒലാൻസപ്പൈൻ എന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഐ വിൽ ടെൽ യു ഒലാൻസപ്പൈൻ. അത് സ്കീസോഫ്രീനിക്ക് കൊടുക്കുന്ന മെഡിസിൻ ആണ്. ഒലാൻസപ്പൈൻ എന്ന് പറയുന്ന മെഡിസിൻ അവന് കൊടുത്തു എന്ന് പറഞ്ഞില്ല. ഇത് ഞാൻ ന്യൂറോ സൈക്കാട്രിക് ഡിവിഷനിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം നിങ്ങൾ കാണിക്കുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന LSD ഒക്കെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ വരുന്നൊരു ചേഞ്ചസ് ഇല്ലേ? പിന്നെ വനിതാ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഓരോ പടം ഇറങ്ങുന്ന സമയത്ത് അവിടെ പോയി റിവ്യൂ പറഞ്ഞാൽ പോലെ. അവരുടെ പുറകെയാണല്ലോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ നടക്കുന്നത്. അവരും ഭയങ്കര ലൈം ലൈറ്റിലല്ലേ. പക്ഷേ ഇവരെങ്ങനെ ജീവിക്കുന്നു? മലയാള സിനിമയിൽ എത്ര കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമാക്കുന്നുണ്ടെന്ന്. എത്രയോ വർഷങ്ങളായിട്ട് കേൾക്കുകയാണ്. പെൺകുട്ടികൾ പോകുന്നില്ല. അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ ഇപ്പോഴും എന്നെയും വിളിച്ചിട്ട്, ഞാൻ സിനിമ അനൗൺസ് പോലും ചെയ്യാത്ത എന്നെ പോലും വിളിച്ചിട്ട്, കുട്ടിയുണ്ട്, സാർ ഒന്ന് വന്ന് കാണുമോ, അല്ലെങ്കിൽ അവളുടെ വീഡിയോ അയച്ചു തരാം, സാർ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അയച്ചു തരുന്നപ്പം അതുകൊണ്ട് ആരും പോകുന്നില്ലെന്നാ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. ബൈറ്റ്സ് ഹോം ഫോർ പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സിറ്റിൽ ഇന്ന് അഖിൽ മാരാർ. നമസ്കാരം. കുറച്ച് ആലോചിച്ചിട്ടൊക്കെയാണ്. ചിന്തയിലാണോ? ചിന്തയൊന്നും എനിക്കില്ല, സ്പോട്ടാണ്. ചിന്തകളിൽ ഒരു തിരിഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ചിന്തിച്ച് നമുക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തോന്നിപ്പോകും. അതെ, കുറെ കൂടി ലൈവായിട്ട് നിൽക്കണം, അതാണ് സത്യവും. ഈ പലപ്പോഴും ഒരു സീസൺ വന്നു കഴിഞ്ഞാലേ 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചർച്ചകളും വിഷയങ്ങളും ഒരു പക്ഷേ അതിൻ്റെ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണെങ്കിലും ഒരു വർഷം വരെയായിരിക്കും നീണ്ടു നിൽക്കുക എന്ന് പലപ്പോഴും പറയുന്ന കാര്യം. അടുത്തൊരു സീസൺ വരെയുള്ളൂ നിങ്ങളുടെ ദൈർഘ്യം, ആയുസ് എന്നൊക്കെ പറയും. ഒരു പക്ഷേ സീസൺ 6 നടക്കുമ്പോഴും ഇപ്പോഴും അകത്തൊരു ബിഗ് ബോസ് നടക്കുന്നു, പുറത്തൊരു ബിഗ് ബോസ് വേറെ നടക്കുന്നു എന്നാണ് പൊതുവെ ഒരു സംസാര വിഷയം. എന്ത് തോന്നുന്നു? ജനങ്ങൾക്ക് എപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ട് സോഷ്യൽ മീഡിയയിൽ ആനന്ദം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭയങ്കര ഒരു ഓഡിയൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ച് അതൊരു ബിഗ് ബോസ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഉന്നയിച്ചൊരു വളരെ ഗൗരവകരമായ ഒരു വിഷയം. അത് ഏത് രീതിയിലും ആൾക്കാർക്ക് എടുക്കാം. എനിക്കിപ്പം ഞാൻ ബേസിക്കലി ഈ ലൈം ലൈറ്റോ കാര്യങ്ങളോ ഒന്നും എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരാളൊന്നുമല്ല അടിസ്ഥാനപരമായിട്ട്, മുൻപ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം റീസെൻ്റായിട്ട് ഞാൻ എപ്പോഴും എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ജീവിക്കാൻ വേണ്ടത് ഇപ്പോൾ പൈസയാണ്. അപ്പം പൈസ വരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് ചിലപ്പം ബിസിനസ് ആകാം, മറ്റുള്ള കാര്യങ്ങളാകാം. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അല്ലാതെ രാവിലെ എനിക്കെന്താ പിന്നെ വനിതാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഓരോ പടം ഇറങ്ങുന്ന സമയത്ത് അവിടെ പോയി റിവ്യൂ പറഞ്ഞാൽ പോലെ. അവരുടെ പുറകെയാണല്ലോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ നടക്കുന്നത്. അവരും ഭയങ്കര ലൈം ലൈറ്റിലല്ലേ. പക്ഷേ ഇവരെങ്ങനെ ജീവിക്കുന്നു? അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നമ്മളൊരു വിഷയം, ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുക എന്നുള്ളിടത്താണ്. അത് എന്തിന് അഖിൽമാരാരെ പോലെ ഒരാൾ, വിന്നറായ ഒരാൾ പറയണം? അയാൾക്ക് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിക്കാവുന്ന 2-3 ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മളവിടെ ഉന്നയിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാധിച്ചിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവർ എനിക്കെതിരെ തിരിയുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരും കേരളത്തിലുണ്ടേ. ഈ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി സംസാരിക്കുന്നു എന്നതിനൊപ്പം തന്നെ ഇത് മോശമായിട്ട് ബാധിക്കുന്നവരും അതിൻ്റെ അപ്പുറത്ത് വശമുണ്ട് അല്ലേ? ഇപ്പോൾ അഖിൽമാരാർ തന്നെ പറഞ്ഞ ഒരു വിഷയത്തെ പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കോഴി കട്ടവനെ ഈ പൂടെ തലയിൽ തപ്പേണ്ടതുള്ളൂ എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇത് പൊള്ളുന്നവർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു പറഞ്ഞു. പക്ഷെ ഇതുമായി ബന്ധപ്പെടാത്തവരും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളാത്തവരും എവിടേക്കോ ഇതിന്റെ ഒരു പ്രതിഫലനം ഏൽക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം ഇത് ചെയ്യാത്തവർ പോലും ഞാൻ ഇതിൽ പെടുന്നില്ല, അല്ലെങ്കിൽ എന്തിനും ഞങ്ങളെ കൂടെ ജനറലൈസ് ചെയ്ത് പറയുന്നു എന്നുള്ള രീതിയിലേക്ക്. ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്ത് ആദ്യത്തെ ലൈവിലും പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യത്തെ ലൈവ് കേട്ടിട്ട് ചെറിയ തെറ്റിദ്ധാരണകൾ വന്നു എന്ന് പറഞ്ഞിട്ട് 1-2 ആൾക്കാർ അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഞാൻ അവരോട് നേരിൽ സംസാരിച്ചു. രണ്ടാമത്തെ ലൈവിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. 3 പെൺകുട്ടികൾ പരസ്യമായിട്ട് വന്നിട്ട് അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. ഈ കേരളത്തിലെ സ്ത്രീപക്ഷവാദികളോ ഈ പുരോഗമനവാദികളോ ആരെങ്കിലും ഒരാൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നോ?
കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പം നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞാൽ രോഹിത്തിന്റെ അമ്മയുടെ ഒരാൾ വന്നിട്ട് ചേച്ചി സുരക്ഷിതയാണോ, ഭാര്യ എടുത്ത് വന്നിട്ട് നിങ്ങൾ സുരക്ഷിതയാണോ, പെങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് കോമൺ സെൻസ് ആണുള്ളത്? നമ്മളൊരു റെക്കോർഡിക്കലി നമ്മളൊരു ക്രൈമിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, അവർക്ക് പല മേഖലയിലും ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്, സമസ്ത മേഖലകളിലും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരാൾ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖലയെ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ആൾക്കാർക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്ത സൂക്കേടാന്നല്ലേ ഇവർക്ക്. പക്ഷേ ഈ ആദ്യത്തെ ലൈവിൽ പറഞ്ഞൊരു കാര്യത്തെ രണ്ടാമത്തെ ലൈവിലോട്ട് വരുന്ന സമയത്ത് അതിൽ മാറ്റങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ഉദ്ദേശമായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ആദ്യത്തേൽ പറയുന്നു അങ്ങനെ ഒരു ബിഗ് ബോസ് ഷോയ്ക്ക് വരുമ്പോൾ അങ്ങനെ സ്ത്രീകൾ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ചെയ്യുന്നു എന്നുള്ളൊരു വന്നിട്ടുണ്ട്. ഇവിടെയാണ് എവിടേക്കോ ഇത് ജനറലൈസ് ചെയ്ത് പറയണു എന്നുള്ളതും ഇതിന് മറുപടി പറയേണ്ടി വരുന്നതും ഇടപെടേണ്ടി വരുന്നതും ഇവർക്ക് വീഡിയോയിലൊക്കെ പോസ്റ്റിനൊക്കെ താഴെ ഈ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നിട്ടാണോ എന്നുള്ളത്. മറിച്ച് പലപ്പോഴും ഇതിനെ പറ്റി ആർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരെ കൂടി ബാധിക്കുന്നു എന്ന ലെവലിലേക്ക് പോവാതിരിക്കാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ മൈൽ സ്റ്റോൺ പബ്ലിഷ് ചെയ്യുമോ? ഏതാണ് സ്ത്രീകളുടെ പേര് ഞാൻ പറയാം. അത് പക്ഷേ ഒരു ചാനലിൽ നിന്നിരിക്കാതെ അഖിലേട്ടനെ ഓൾറെഡി നിന്നുള്ള രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഈ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ വേറെ ആരും ടെലികാസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ടതോ അല്ലെങ്കിൽ ഓൺ എയർ പോകുന്നതിന് മുമ്പ് റീച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് പറയായിരുന്നു. അങ്ങനെ സിറ്റുവേഷൻ ഇന്ത്യയിലെ ഒരു നാഷണൽ മീഡിയക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കാര്യമാണ്. ഞാനൊരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു നാഷണൽ മീഡിയക്കും പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾക്കും സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്കും പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഓൺലൈൻ മാധ്യമങ്ങൾക്കും പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വിളിച്ചു പറഞ്ഞോണം എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല. ഒന്ന്. രണ്ട് ഇതിനകത്ത് ആരും ഇരകളാക്കപ്പെട്ടവരല്ല, ഇരകളാണെന്ന് അവർ വിശ്വസിക്കുന്നതുമില്ല. കാര്യം നേടിയെടുക്കാൻ വേണ്ടി കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പല വഴിവിട്ട രീതികളിലൂടെ പോയ ചിലരുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അർഹതയുള്ള ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഈ അടുത്തിടെ നമ്മളെ കേരളത്തിൽ ഏറ്റവും ഉയർന്ന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു സാധനമാണ് സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിൽ എടുക്കുന്നില്ല. വലിയ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. അതായത് ആർക്കെതിരെ? BCCയുടെ ഭാഗത്തുള്ള ആൾക്കാർക്കെതിരെ നടക്കുന്നു. അവർ കാശ് മേടിച്ച് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ. അത് പല താല്പര്യങ്ങളും കാണാം. ഇതിനു മുമ്പ് തന്നെ പറയാൻ പരാഗ് രാജസ്ഥാനിൽ എങ്ങനെ തുടരുന്നു, രാജസ്ഥാന്റെ മുതലാളിയുടെ എന്തോ മകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്താണ് ഇത് അവരിലേക്ക് എത്തുന്നതും. ഇങ്ങനെയും ഒരു പ്രശ്നം നടക്കുന്നുണ്ടോ, അപ്പോൾ അർഹതയുള്ള സഞ്ജുവിനെ നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ എന്നൊരു സംഭവം വരികയും സഞ്ജു തന്റെ കഴിവ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് എടുക്കാതിരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ സഞ്ജുവിന് അവിടെ നീതി ലഭിക്കുകയാണ്. അതുപോലെ നാളെയിൽ ഒരാൾക്ക് സിനിമയായിക്കോട്ടെ, ബിഗ് ബോസ് ആയിക്കോട്ടെ, ഏത് മേഖല സീരിയൽ ആയിക്കോട്ടെ, മറ്റേതൊരു മേഖലയും ആയിക്കോട്ടെ, ആ മേഖലയിലേക്ക് എത്തുമ്പോൾ അടിസ്ഥാനപരമായിട്ട് യോഗ്യത അർഹതയായിരിക്കണം. പണമോ മറ്റെന്തെങ്കിലും സ്വാധീനത്തിന് വഴങ്ങുന്നതോ ആകാൻ പാടില്ല. ഇതാണ് നമ്മൾ റൈസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം. രണ്ട്, ഞാൻ ഉന്നയിച്ച വിഷയം ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ. സിബിനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ഉന്നയിച്ചത്. എന്നെ വിളിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, എന്നെ വിളിച്ചിട്ട് പറയല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. ഞാൻ സിബിനെതിരെ നെഗറ്റീവായിട്ട് ലൈവ് സംസാരിക്കുന്നു. രാവിലെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കുറേ നേരം 50 ദിവസം ബിഗ് ബോസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ സംസാരിക്കാം. പല ഓൺലൈൻ കാര്യം ചർച്ച ഈ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. ഞാൻ വിചാരിച്ചു ചുമ്മാ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ അല്ലേ. അങ്ങനെ അവരോട് സംസാരിച്ച സമയത്ത് അവർ ഓരോ മത്സരാർത്ഥിയെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിബിനെ പുറത്താക്കിയതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് സിബിനെതിരെ മോശമായിട്ടാണ്. ഞാൻ പറഞ്ഞത് ഇത് ബിഗ് ബോസ് ഒരു അതിജീവനത്തിന്റെ ഷോയാണ്. ഇവിടെ അതിജീവിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണ് നിങ്ങൾ ജയിക്കുമെന്ന് പറയുന്നത്? ലാലേട്ടൻ വഴക്ക് പറഞ്ഞത് കേട്ടിട്ട് പേടിച്ചു പോകുന്ന ഒരാളെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഒരു നല്ല മത്സരാർത്ഥി എന്ന് പറയുന്നത്? അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് വീക്ക് മുതൽ മധു വിഷയം മുതൽ ഏതാണ്ട് 70ാമത്തെ ദിവസം ശോഭ എന്നയ്ക്കെതിരെ ഉന്നയിച്ച കേരളത്തിലുള്ള സ്ത്രീ സംരംഭകർക്കെതിരെ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം വരെയും എല്ലാ വീക്കിലും ലാലേട്ടന്റെ തെറികേട്ട ഹൗസിലുള്ള എല്ലാവരുടെയും അറ്റാക്കുകൾ നേരിടേണ്ടി വന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇത് പറഞ്ഞ് സിബിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ ഷിജി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേണക്ക് കുറച്ച് പ്രശ്നങ്ങൾ സിബിനുണ്ട്, അവൻ കുറച്ച് മാനസികമായിട്ടൊക്കെ ഡൗൺ ആണ്, അതിന് കുറച്ച് കാരണങ്ങളും ഉണ്ട്. അപ്പം ഷിജി ചേട്ടൻ എന്നോട് സംസാരിച്ച കാരണങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് അതൊരു മനുഷ്യാവകാശ ലംഘനം പോലെ ഫീൽ ചെയ്തു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഷിജി ചേട്ടാ സിബിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ, സിബിൻ്റെ നമ്പരും എനിക്കൊന്ന് അയച്ചേക്കാൻ പറയുന്നു. അങ്ങനെ സിബിൻ എന്നെ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ലെന്ന് തോന്നി. ഞാൻ പിന്നീട് ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് എൻ്റെ ഓർമ്മ. രണ്ടായാലും ഞാനൊരു 10, 45, 50 മിനിറ്റോളം അവനോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പ്രശ്നം എന്നറിയാമോ, എനിക്കിത് ബന്ധമോ അടുപ്പമോ ഒന്നുമല്ല. ഒരാളെ കുറേ ആൾക്കാർ ചേർന്ന് ഉപദ്രവിക്കുകയും അയാൾക്ക് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുകയും ഇനി ഭീഷണിപ്പെടുത്തി കളയും, തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് രോഷം കൊണ്ടു. അങ്ങനെ ഞാൻ ചെന്നൈയുടെ സാധാരണ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വേറൊരു പണി, പ്രത്യേകിച്ച് ധോണിയുമായുള്ളൊരു മാച്ച്.
8 മണിക്ക് ഞാൻ ചാടി എണീറ്റിട്ട് ഞാൻ പോയി ലൈവ് ഇടുക. ഓക്കെ. അപ്പം സിബിന് നീതി ലഭിക്കും. എൻ്റെ ചിന്ത എന്ന് പറയും, ഞാനത് ഫസ്റ്റ് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, വിന്നറായ എനിക്ക് ഇവരായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ഒരു ഏഷ്യാൻ്റെ എല്ലാവരുടെ നമുക്ക് ബന്ധമുണ്ടല്ലോ. അപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ നീയൊക്കെ ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള മര്യാദകേടുകളും എനിക്കറിയാം. ഈ കൂട്ടത്തിൽ എന്നെ കൊണ്ട് അതുകൂടെ പറയിപ്പിക്കരുത്. അത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഭീഷണിയാന്ന് കൂട്ടിയാൽ മതി. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഈ ഒരു വിഷയത്തെ റൈസ് ചെയ്ത് മുന്നോട്ട് പറയുമ്പോൾ നിങ്ങൾ അത്ര ശുദ്ധരൊന്നുമല്ല. നിങ്ങൾ നമ്മുടെ സീസണിലും മുൻ സീസണുകളിലെ മത്സരാർത്ഥികളോടും പലരോടും കാണിച്ചിട്ടുള്ളതൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സാധനം അവരിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരെന്നെ വിളിച്ച് സംസാരിച്ചിട്ട് സിബിന് നീതി കൊടുക്കാം, അഖിൽ എന്തായാലും ഉന്നയിച്ച വിഷയത്തിനൊരു പരിഹാരം ഞങ്ങൾ കാണാം എന്ന് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവരത് ചെയ്തില്ല. അപ്പോഴത്തേക്ക് അവർ ചെയ്ത പണി എന്താണ്? അവരുടനെ ബിഗ് ബോസിലെ പഴയ മത്സരാർത്ഥികളെ വിളിച്ച് ഇളക്കി. ഇതിനകത്ത് കാര്യം നേടിയെടുക്കാൻ വേണ്ടി പല രീതിയിൽ പോയിട്ടുള്ള ആൾക്കാരും ഉണ്ടല്ലോ, പൈസ കൊടുത്തും അല്ലാതെയൊക്കെ പോയിട്ടുള്ളതുണ്ടല്ലോ. അപ്പം അവർ വിചാരിച്ച് അവർ കുടുങ്ങുന്നു. അങ്ങനെ കുറേ എണ്ണം ഇതിനകത്ത് ചാടിത്തുള്ളാൻ തുടങ്ങി. അല്ല, ഇതിലിപ്പോൾ ആദ്യം ഇപ്പോൾ സിബിനോട് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയായിരുന്നു, അന്വേഷിച്ചായിരുന്നു. സിബിൻ ഈ വിഷയത്തെ ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് ഈ വിഷയം നീ ഇത്രയും തുറന്നു പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബിഗ് ബോസിനകത്തും പറഞ്ഞിരുന്ന ഒരാൾ സംസാരിക്കുന്ന ഒരാളാണ്, പുറത്തു വന്നും കുറേയേറെ ലൈവുകൾ സംസാരിക്കുന്ന ഒരാളാണ്, എന്തുകൊണ്ട് നിനക്ക് ഇത്രത്തോളം ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടായിട്ട് തുറന്നു പറയുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു. അതിപ്പോൾ അവനെ സംബന്ധിച്ച് ഏഷ്യാനെറ്റിൽ 3 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എന്നിട്ട് പോലും പുറത്തിറങ്ങിയിട്ട് ഒരു മത്സരാർത്ഥി, ഞാൻ അവിടെ ലോജിക്കലി ചില കാര്യങ്ങൾ പറയാം. ഒന്നൊരു കോൺട്രാക്റ്റിംഗ് പീരീഡിലാണ്, രണ്ടാമൻ്റെ അച്ഛൻ അറ്റാക്ക് വന്നു, അച്ഛൻ ബൈപ്പാസ് ആയിട്ട് കിടക്കുന്നു. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവന് പൈസ കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ 14 ദിവസമെങ്കിൽ 14 ദിവസം, 15 ദിവസം 15 ദിവസം, അത് അവനെ സംബന്ധിച്ചൊരു തുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ സർജറി സമയത്ത് ഇവർ ഈ പൈസ സമയത്ത് കൊടുക്കുന്നില്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് അവനെപ്പോലൊരു മത്സരാർത്ഥിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് അവൻ പറയുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും അവന് പറയാനുള്ള ധൈര്യമൊന്നുമില്ല. അത്രയ്ക്കൊക്കെ ഉള്ള ധൈര്യം, അത്രയ്ക്ക് അതിനാണ്. ഇപ്പം എൻ്റെ കണക്ക് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ബിഗ് ബോസിൽ ലാലേട്ടൻ പറഞ്ഞിട്ട് പോകില്ലെന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിൽ നിന്നേനെ. അപ്പം ഞാനത് പറയണം. ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള ആളാണ്, എനിക്കിന്ന് നഷ്ടം വരുവാന്ന് ഞാൻ നോക്കിക്കോളാം. അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഒരു ലൈവിൽ പറഞ്ഞു, ഒരു പ്രസ്താവനയെ കുറിച്ച് സംസാരിച്ചു, ഇതിനെ പല രീതിയിലേക്കും അല്ലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, വീണ്ടും അതിനെക്കുറിച്ച് ക്ലാരിറ്റി കൊടുക്കേണ്ടി വരുന്നു. ഇത്രയും ഘട്ടം ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ തുടങ്ങി വെച്ചത് സിബിൻ വിഷയത്തിലാണ് അല്ലെ. എവിടേക്കോ ഇദ്ദേഹം ഒരു മറുപടി ഇതിന് കൊടുത്തിരുന്നെങ്കിൽ, സിബിൻ മറുപടി കൊടുത്തിരുന്നെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കുറെ കൂടി വരുമായിരുന്നില്ലേ? ഇല്ലേ? അല്ല, ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പൈസ കിട്ടട്ടെ ചേട്ടാ, അത് കഴിഞ്ഞിട്ട് പൈസ അങ്ങനെ ഇതിന്റെ അവൻ ആക്ച്വലി പക്ഷേ സിബിൻ ഓൾറെഡി നമ്മളായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സിബിൻ പറഞ്ഞത് പേയ്മെന്റ് ഉള്ളതെല്ലാം കിട്ടിയിരുന്നു. അല്ല, ഇപ്പൊ അവൻ പറഞ്ഞല്ലോ, അവൻ എനിക്ക് തോന്നുന്നു മറ്റ് ചാനലുകളിലൊക്കെ തന്നെ അവന് കൊടുത്ത മെഡിസിൻ ഉൾപ്പെടെ പറഞ്ഞു. ഇപ്പോൾ ലാൻസിപ്പാൻ എന്ന് പറയുന്ന മെഡിസിൻ അവന് കൊടുത്തു എന്ന് പറഞ്ഞില്ല. ഇത് ഞാൻ ന്യൂറോ സൈക്കാട്രിക് ഡിവിഷനിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഇപ്പം അജിനെ പോലൊരു ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു ചെറുപ്പക്കാരനെ ഒരു മെഡിസിൻ, ഒരു സൈക്കാട്രിക് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ തലച്ചോറിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു വിധത്തിലായിരിക്കും. അപ്പം നിങ്ങൾ കാണിക്കുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന LSD ഒക്കെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ വരുന്നൊരു ചേഞ്ചസ് ഇല്ലേ, ഇതെല്ലാം ബേസിക്കലി ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന, ഹോർമോൺസിനെ ബാധിക്കുന്ന സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഡ്രഗുകളാണ്. ഇതൊരാൾക്ക് കൊടുത്താൽ അയാൾ സ്വഭാവത്തിൽ വ്യത്യസ്തനായിട്ട് പെരുമാറും. അപ്പം കാണുന്നവർക്ക് ഭ്രാന്താൻ തോന്നും. അതായത് ഞാൻ ഒരുവനെ ഭ്രാന്തനാക്കാൻ തീരുമാനിക്കുന്നു. ഭ്രാന്തുള്ള ഒരാളല്ല, ഭ്രാന്തെന്ന് പോലും ഇപ്പം പബ്ലിക്കലി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളാക്കി മാറ്റുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. കാരണം ഞാൻ ആദ്യമേ പറയുകയാണ്, അപ്പം ഞാൻ പറയണത് അജിൻ മെൻ്റലി സ്റ്റേബിൾ അല്ല എന്ന് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു. ഞാനിത് പറഞ്ഞു പോയല്ലോ. അപ്പോൾ ആൾക്കാർ എനിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കും. എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാക്കി മാറ്റുക. മെൻ്റലി സ്റ്റേബിൾ ആയിരിക്കുന്ന നിനക്ക് നീ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഞാൻ നിനക്ക് മെഡിസിൻ തരുന്നു. നിന്റെ പെരുമാറ്റത്തിൽ വൈകല്യം വരുന്നു. നീ നിന്റെ വീട്ടുകാരോടും ബന്ധുക്കളോടും സമൂഹത്തോടും സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നു. കൂട്ടത്തിൽ നിനക്കുള്ള മാനസിക സംഘർഷങ്ങളും. ഇത്രത്തോളം ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്കുള്ള വിഷയമാണ്. ഗുരുതരമായ ഒരു കാര്യത്തെ ഒരു പക്ഷേ കോൺട്രാക്ട് ബേസിന്റെ പേരിൽ കാത്തിരിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം സിബിനായാലും വേറൊരാൾക്കായാലും ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ സാധാരണ മീഡിയയുടെ പണി എന്താ? മീഡിയ ഒരു വിഷയം റൈസ് ചെയ്യാണ്. അല്ലാതെ ഇപ്പം കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു, അവരെ ഇത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ജനതയുടെ ഇടയിലേക്ക് ഞാനൊരു വിഷയം റൈസ് ചെയ്യാണ്. അതായത് വീട്ടിൽ കള്ളം കയറുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പട്ടി പെട്ടെന്ന് ചാടി എണീറ്റ് കുരയ്ക്കുന്നത് പോലെ ഒരു അപകടം വരുന്നു. വീട്ടുകാർ വന്ന് ഇറങ്ങി നോക്കിട്ട് കള്ളം ചിലപ്പം പട്ടിയുടെ കുരയും കെട്ടിട്ട് ചാടി ഇറങ്ങി പോയി കാണും. ആ പട്ടിയെ വന്ന് അടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ പട്ടിയുടെ ഉള്ളിൽ എത്രത്തോളം വേദനിക്കും? അതുപോലാണ് എനിക്ക് പലപ്പോഴും ചിലപ്പോൾ തോന്നുന്നൊരു വേദന. അങ്ങനെ സിബിൻ തുടങ്ങിയ ഒരു വിഷയം അവിടെ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് അവിടെ വിഷയമല്ല. ഇതിനകത്ത് ഇവർക്കില്ലാതെ നിങ്ങൾക്കറിയാവോ, ഇതിലെ പല മത്സരാർത്ഥികളും അവരുടെ പേഴ്സണൽ ടോക്കുകളിൽ, അവരുടെ സംഭാഷണങ്ങളിൽ ഒക്കെ തന്നെ ഞാൻ ഈ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കുന്നവരാണ്, എന്നോട് വിളിച്ച് സമ്മതിക്കുന്നവരാണ്. പക്ഷേ അവർക്കത് പൊതുമധ്യത്തിൽ പറയാനുള്ള പേടി എന്തെന്നുണ്ടെന്ന് ഞാൻ പറയാം. അവർക്ക് അവസരങ്ങൾ ഇനിയും വരും.
ഇനിയും ബിഗ് ബോസിൻ്റെ അൾട്ടിമേറ്റ് പോലത്തെ പ്രോഗ്രാമുകൾ നടക്കും. കാരണം ഈ അടുത്ത് ഞാൻ വേറെ ആരല്ല, ഇപ്പോൾ ശോഭ ഈ ഒരു കട്ട്സാൻ ആരോ എനിക്ക് അയച്ചു തന്നെയാണ്. ഒരു പെൺകുട്ടികൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ശോഭയുടെ ഉറപ്പ്. എന്ത് മര്യാദകേടാണ് ഈ പറയുന്നത്? ആരാണ് ഉറപ്പ് കൊടുക്കാൻ? കേരള ഈ പെൺകുട്ടികൾക്ക്. അപ്പം ഞാൻ ശോഭ തെറ്റാണ്, നീ അറിഞ്ഞിട്ടുള്ളത് പോലെ അല്ല, മറ്റു പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാവുന്ന വിഷയങ്ങളുണ്ട്. അവർക്ക് മുന്നിൽ വരാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്, അവർ നിസ്സഹായരായി പോയതുകൊണ്ട് അവർക്ക് സിംപിളി നമ്മളെ ഇല്ലാതാക്കാൻ പറ്റും. സിംപിളി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാം അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ ഈ കുറിപ്പ് പറഞ്ഞ മാതിരി അയച്ചു കൊടുത്തു, ഒരു റിപ്ലൈ ഇട്ടില്ല. പക്ഷേ ഈ ചാനലിലെ മുൻപന്തിയുള്ളവർ അല്ലെങ്കിൽ അതിന് തലപ്പത്തിരിക്കുന്നവർ ആ പറഞ്ഞ ആളുകളാണ് എവിടെയും പക്ഷേ അഖിൽമാരുടെ ഈ പേരുകൾ ഉന്നയിക്കുന്നില്ല. അത് ഞാൻ ആ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഇത്തരത്തിലെ അയക്കുന്നവർക്ക് ഈ ഉദ്ദേശിക്കുന്നവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പറയാൻ പറ്റും? എവിടെയും ആരെയും പേര് പരാമർശിക്കുന്നില്ല, പേര് ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ അതേ സ്ഥാനത്തിരിക്കുന്ന കുറെ അധികം പേരുണ്ടാവും, 1-2 വ്യക്തികളായിരിക്കില്ല, അല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് പൊതുവായിട്ട് പറയുകയും ഈ എക്സ്പീരിയൻസ് ഇനിയിപ്പോ ആളിൽ നിന്നല്ലെങ്കിൽ വരെ ആ വ്യക്തിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടായി മാറില്ലേ പേര് പറയാത്തോടത്തോളം? ഒരാൾക്ക് പോലും ഒരു സംശയം ഉണ്ടാവില്ല ഞാൻ ആർക്കെതിരെയാ പറഞ്ഞെന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഒരാൾക്ക് പോലും ഉണ്ടാവില്ല, കാര്യം ഓൾറെഡി കേസുകൾ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. സംസാരിക്കുന്നത് പബ്ലിക്കിനോടല്ലേ, അവരുടെ ധാരണയിൽ രോഹിത്തിന് ഏഷ്യാനിൽ എത്ര വരെ അറിയാം? ഞാൻ പറഞ്ഞു വളരെ ഉന്നതരാണ്. അത് ബിഗ് ബോസ് പോലത്തെ ഷോയുടെ തലപ്പത്ത് നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഏഷ്യാനെറ്റ് അധികം പേരൊന്നുമില്ല. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ 1000 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 3-4 പേർക്ക് മാത്രമേ ഈ ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുള്ളൂ. അതിൽ തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആരാണെന്നുള്ള കാര്യം ചാനലിൽ തന്നെ ഉള്ളവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു രോഹിത്തെ, ഒരു പെൺകുട്ടി അവളുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരാളുടെ കൂടെ പോകുന്നതിനൊന്നും ഞാൻ എതിരല്ല. ഒരു പ്രശ്നങ്ങളും നമുക്കില്ല. ഞാൻ ആ വിഷയവുമല്ല ഉന്നയിച്ചത്. ഒരാൾക്കെതിരെ അനാവശ്യമായി അനീതി കാണിക്കുമ്പോൾ ആ അനീതി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നം. പഴയ പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിച്ചത് നാളെയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് ഉള്ള ഒരു ധൈര്യം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞ് ഇത്രയും വിവാദമായല്ലോ, ഇനി ഇവരാരെങ്കിലും നാളെ ഇത് കാണിക്കാൻ ധൈര്യം കാണിക്കുമോ? അതിനൊപ്പം തന്നെ കാണിക്കില്ല. അതിന്റെ ഒരു മറുവശമില്ലേ, ഇത് ഇത്തരം കാര്യങ്ങളിലെ അതിലെ അവരുടെ കഴിവ് കൊണ്ടും ടാലന്റ് കൊണ്ടും എടുത്തവർ വരെ ഇതിന് പഴി കേൾക്കേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ കൂടി ഇനി മുതൽ ഒരു സീസണിൽ പോകുന്നവർ ഇങ്ങനൊരു അവസരത്തിലാണോ അല്ലെങ്കിൽ ഈ രീതിയിലേക്കാണോ പോയി എന്നുള്ള ഈ പഴി എക്കാലവും കേൾക്കേണ്ടി വരും. അങ്ങനെയല്ലേ മലയാള സിനിമയിൽ എത്ര കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമാക്കുന്നുണ്ടെന്ന്. എത്രയോ വർഷങ്ങളായിട്ട് കേൾക്കുകയാണ്. പെൺകുട്ടികൾ പോകുന്നില്ല. അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ ഇപ്പോഴും എന്നെയും വിളിച്ചിട്ട്, ഞാൻ സിനിമ അനൗൺസ് പോലും ചെയ്യാത്ത എന്നെ പോലും വിളിച്ചിട്ട്, ഇതാ കുട്ടിയുണ്ട്, സാർ ഒന്ന് വന്ന് കാണും, അല്ലെങ്കിൽ അവളുടെ വീഡിയോ അയച്ചു തരാം, സാർ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അയച്ചു തരുന്നപ്പം അതുകൊണ്ട് ആരും പോകുന്നില്ലെന്നാ. ബിഗ് ബോസ് പോലത്തെ ഷോയിലേക്ക് അർഹതയുള്ള ഒരാൾ പോയാലും ഒരു സംശയം തോന്നില്ല. എന്തുകൊണ്ടാണ് സീസൺ 6 ഉഡായ്പകൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നത്? 60ാമത്തെ ദിവസം ഫാമിലി കയറിയ ഒരു സീസണാണിത്. ഈ എന്താണ് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ? 100 ദിവസം അടച്ചിട്ട ഒരു റൂമിനുള്ളിൽ പുറം ലോകവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാതെ ഒരു മനുഷ്യൻ അവൻ്റെ എല്ലാ വികാരങ്ങളും പുറത്തു കൊണ്ടുവന്ന് ഒന്നുകിൽ മനുഷ്യനായി മാറണം, അല്ലെങ്കിൽ മനുഷ്യൻ മൃഗമായി മാറണം. അതിലൂടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് ജനങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഷോ. ഇതല്ലേ ബിഗ് ബോസ്? ഇതും അല്ലെങ്കിൽ പിന്നെ സീരിയൽ ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പം ഇവർക്ക് TRP കൂടുതലാണെന്ന് പറയുന്നു. പിന്നെ സീരിയലിന് ഇതിനെക്കാട്ടും TRP ഉണ്ട്. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുക്ഡപ്പായിട്ട് എഴുതി ഉണ്ടാക്കി കണ്ണീർ സീരിയലുകൾക്ക് ഇതിനെക്കാട്ടും TRP ഉണ്ട്. അപ്പം അങ്ങനല്ല അതല്ല അതായത് ഒരു സെൽഫ് റിയലൈസേഷനാണ് ഈ ഷോ. ഇപ്പം സീക്രട്ട് ഏജന്റ് സായിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഇനി ഒരു പഴയ സീക്രട്ട് ഏജന്റ് ആയി മാറുന്നില്ല. അവന് തോന്നുകയാണ് അന്നിരുന്ന ഞാൻ എനിക്ക് ഇനി ഇന്ന രീതി ജീവിക്കണം. അതൊരു മനുഷ്യൻ്റെ റിയലൈസേഷനാണ്. അതുപോലെ കാണുന്ന നമുക്കും തോന്നും, അത് പ്രേക്ഷകൻ ഞാനായി മാറുകയാണ്. അകത്ത് കാണുന്ന അഖിൽമാരാരെ പുറത്തിരിക്കുന്ന പ്രേക്ഷകൻ അഖിൽമാരാരായിട്ട് കണ്ടുകൊണ്ടാണ് അവൻ്റെ എല്ലാ ഇമോഷൻസും അവിടെ പങ്കുവയ്ക്കുന്നത്. ഇമോഷണലി ഈ 2 മനുഷ്യർക്കിടയിലുള്ള ഒരു ഭയങ്കര ബന്ധത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഷോയിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട്. ഇപ്പം ഈ ഷോ കോമാളി തരം നിറഞ്ഞൊരു ഷോ ആണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പോയിട്ട് കോമാളിത്തരമാണോ കാണിച്ചത്? ഇപ്പം ഏതെങ്കിലും മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ, ഇപ്പം ആങ്കർമാരിൽ ഞാനിപ്പം പറഞ്ഞു, എനിക്ക് രോഹിത്തിൻ്റെ അടുത്തുള്ള ഇൻ്റർവ്യൂ ആയതുകൊണ്ട്, റോഹൻ്റെ അടുത്തുള്ള ഒരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഞാനത് ചെയ്യാൻ താല്പര്യം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ഈ അടുത്തിടെ കണ്ട ഓൺലൈൻ മാധ്യമങ്ങളിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഒരു ആങ്കറിങ് ചെയ്യുന്നു അത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. പല കോമാളികളും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിരുന്നു കൊടുക്കത്തില്ല. അപ്പം നമ്മൾ ഈ കോമാളികളുടെ അടുത്ത് പോയി ഇരുന്ന് കൊടുക്കേണ്ട കാര്യം അതിൻ്റെ അർത്ഥം എല്ലാവരും അങ്ങനെ ആണോ? അല്ല. പക്ഷെ അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ 1-2 പേർ ചെയ്യുന്നൊരു കാര്യത്തെ ഒരു ഷോ മൊത്തം അതിൻ്റെ ഇപ്പം പഴി കേൾക്കേണ്ടി വരുന്നുള്ള അവസ്ഥ കൂടെ. ഇപ്പോൾ നേരത്തെ തന്നെ അഖിൽമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം അവിടെയുള്ള സ്ത്രീകൾ ഇത് വിക്ടിം അല്ല, അവരിതിന് ഇരകളല്ല, അല്ലേ, ഇവരിതിൻ്റെ ഭാഗമായിരുന്നവരാണെന്നുള്ളത്.
ഒരേ സമയം ഈ തലപ്പത്തിരിക്കുന്ന 1-2 പേരെ വിരൽ ചൂണ്ടുന്നതിനൊപ്പം തന്നെ ഇവർ കൂടി ഇതിന് കാരണക്കാരല്ലേ? അല്ലെ, ഇരകളല്ല എന്ന് പറയുന്ന സ്ത്രീകൾ കൂടി കൊടുത്ത് കാര്യം സാധിച്ചെടുക്കുന്നവരെങ്ങനെയാണ് കാര്യം സാധിക്കുന്നത്? സർക്കാർ ഓഫീസിൽ പോയിട്ട് അപ്പം നമ്മൾ കുറേ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്, അകത്ത് പോയിട്ട് ഒരാൾക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് തന്റെ കാര്യം സാധിക്കുന്ന ഒരുവൻ അവന്റെ ഉദ്ദേശം അവന്റെ കാര്യം നേടിയെടുക്കണം. അപ്പൊ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ആ വെയിലത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ആ ഓഫീസിൽ കയറി ഇറങ്ങുന്ന ഒരുവൻ അവൻ ജെന്യുവനായിട്ട് പോവാണ്. അപ്പം നമ്മൾ പറയുകയാണല്ലോ അവൻ കൈക്കൂലി കൊടുത്തിട്ടാണ് കയറുന്നത്, തെളിവൊന്നും കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം അവർ രണ്ടുപേരും തമ്മിൽ ഡീലിംഗ് ആയത്. കൊടുത്തവൻ പറയൂ, ഈ വാങ്ങുന്നതിന് മാത്രമല്ലോ കൊടുത്തവനും കുറ്റക്കാരനല്ലേ? അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ വിഷയം, അതെ, അപ്പൊ ഈ സ്ത്രീ വിഷയം ഇവിടെ ഉന്നയിക്കുന്ന സമയത്ത് ഇവിടെ ഇതിന് ഇരകളാവുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ ഈ കാസ്റ്റിംഗ് ഹൗസ് പോലെ ഇതിന് കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. ഇപ്പൊ 3 പെൺകുട്ടികൾ വന്നിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞ അവർക്ക് അവസരം കിട്ടുന്നവർ ഇരകളാക്കപ്പെടുന്നവരല്ലോ. അവസരം കിട്ടിയിട്ടുള്ളവർ അവരൊരിക്കലും അവിടെ ഇരകളല്ല. അവർ അവരുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കിട്ടാതെ പോയിട്ടുള്ള, നിശബ്ദരാക്കപ്പെട്ടിട്ടുള്ള, വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിലോ പണം ഓഫർ കിട്ടാത്തതിന്റെ പേരിലോ ഇത്തരം ഷോകളിലേക്കോ സിനിമയിലേക്കോ സീരിയലിലേക്കോ അവസരം കിട്ടാതെ പോകുന്ന ഒരുപാട് മനുഷ്യരില്ലേ? അവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ശബ്ദിക്കണ്ടേ? അവരെ വെറ്റി പ്രതികരിച്ചാണെങ്കിൽ ഇപ്പോൾ സീസൺ 5 തന്നെ ഇത്ര പേര് അല്ലെ സ്ത്രീ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലെ, ഇങ്ങനെ ഇതേ വിഷയം അവർക്കൂടി അറിയാമായിരിക്കും അല്ലെ? അത് എല്ലാവരുടെ പോവില്ല രോഹൻ. ഇല്ല, അങ്ങനെയെങ്കിൽ അവര് പ്രതികരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇവരുടെ ശബ്ദം വരുന്നില്ല? ഈ സ്ത്രീ കണ്ടസ്റ്റൻസിന്റെ ഈ സീസൺ 5 മുൻ സീസണുകളിലോ ഇതേ രീതിയിലേക്കുള്ള അപ്രോച്ചുകൾ ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് ഇവരും അതിനെ അല്ലെ രോഹൻ? ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്രോച്ച് എന്ന് പറയുന്നത് അവസരം നേടിക്കൊടുക്കുക. പല ആൾക്കാരും ഇന്റർവ്യൂവിൽ കഴിവുകൊണ്ടാണ് അവസരം ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി പോയിട്ട് ഇന്റർവ്യൂവിൽ 6 പേരടങ്ങുന്ന ഒരു ഇന്റർവ്യൂ പാനലാണ്. ഒരാൾ വിചാരിച്ചാലൊന്നും ഒരിക്കലും ഒരാളെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ വ്യക്തി പറയുകയാണ്, നിന്നെ മോളെ ഇതിലേക്ക് ഞാൻ എടുക്കാം എന്നൊന്നും പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവസരം ഉറപ്പിക്കുന്നതിന് മുൻപ് നടക്കുന്ന ഒരു ചർച്ചയുണ്ടല്ലോ, അതായത് എങ്ങനെയെങ്കിലും ഓഡിഷനിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കയറിയാൽ മതി എന്ന് പറഞ്ഞ് ഇവരെ കാല് പിടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചാൽ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പലരിടത്തും അപ്രോച്ച് ചെയ്യും. അതോടൊപ്പം തന്നെ അർഹത കൊണ്ട് നേടിയെടുക്കുന്നവരുണ്ട്. ഇവരോടും ചിലപ്പോൾ അപ്രോച്ച് ചെയ്യും. അത് ചിലർക്ക് അപ്രോച്ച് ചെയ്യാൻ തോന്നത്തില്ല. ചിലരുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും ഒക്കെ കാണുമ്പോഴത്തേക്ക് അത് ശരിയാവത്തില്ല, കാരണം ഇവർക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട്, ഇത് പ്രശ്നമാവും, അങ്ങനെ ഒഴിവാക്കപ്പെടുന്നവരുമുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കഴിഞ്ഞ സീസണിൽ നടന്നിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാമ്പത്തിക തട്ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് പരസ്പര ഡീലിംഗ്. അത് കൊടുത്താക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ തട്ടിപ്പ് എന്തുകൊണ്ട് തുറന്നു പറയുന്നത്? അവർക്ക് പ്രശ്നമില്ലാന്നുള്ളതുകൊണ്ടാണ്. പറയൂ, അതാ ഞാൻ കൈക്കൂലി കൊടുത്തവൻ പറയൂ. അപ്പൊ ഇതിലേക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ മറ്റും കണ്ടാണ് ഇതിലെ കുറച്ച് ഏതൊക്കെയോ മത്സരാർത്ഥികൾ സീസൺ 6 ഏതൊക്കെയോ മത്സരാർത്ഥികൾ പൈസ മേടിക്കാതെ ബിഗ് ബോസ് അവസരത്തിന് വേണ്ടി കയറിയെന്ന് പറയുന്നു. അതൊരു പ്രവണതയായി കഴിഞ്ഞാൽ നാളെയും കുറച്ച് പേര് പറയണം, ചേട്ടാ ഞങ്ങൾക്ക് അത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ പൈസ ഒന്നും എനിക്ക് അവസരം മതി എന്ന് പറയുന്നു. അത് കുറേ ആൾക്കാർ ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് പൈസ കിട്ടും. ഈ സീസണിലേക്ക് ഇതിലേക്ക് കയറിക്കുമ്പോൾ 100 ദിവസം അവിടെ സർവൈവ് ചെയ്യുന്നവർക്ക് കപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2ാം സ്ഥാനത്ത് വരുന്നവർക്ക് പോലും ഒരു മെച്ചമില്ല. പലപ്പോഴും ശമ്പളം അല്ലാതെ ഒന്നുമില്ല. അപ്പം ഈ ശമ്പളം ഇവർ കൊടുക്കും, പക്ഷേ അത് വരുന്ന മത്സരാർത്ഥിക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. അതൊരു ധാരണയാണ്. ഞങ്ങൾ നിന്നെ കയറ്റിവിടാം, നിനക്ക് ഇത്ര രൂപ ശമ്പളം ഞങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് കേൾപ്പിച്ച വോയിസിൽ ഞാൻ പറഞ്ഞത്. അത്തരം അനീതികൾ അവിടെ നടക്കുമ്പോഴും സീസൺ 5 6 എത്തി. എന്തിനീ തുറന്നു പറച്ചിലിന് 1 വർഷം സമയമെടുത്തു? ഇത്രയും കാലഘട്ടം എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് തുറന്നു പറഞ്ഞില്ല? വിഷയം വന്നപ്പോഴല്ലേ എനിക്കിത് ആൾക്ക് വേണ്ടിയല്ലാതെ ഞാനിതൊക്കെ വളരെ റീസെന്റ് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് അങ്ങനെ വലിയ സൗഹൃദങ്ങളൊന്നും ബിഗ് ബോസിലെ പലരുമായിട്ടൊന്നും ഇല്ല. ഇതിന് മുന്നിലുള്ള ഒരു മത്സരാർത്ഥികളടുത്ത് എനിക്ക് ഒരു രീതിയിലുള്ള, കാരണം ഞാൻ ഈ ഷോയെ കുറിച്ച് നേരത്തെ കുറ്റം പറഞ്ഞ ആളാണെന്ന നിലയ്ക്ക് തന്നെ പലരായിട്ട് എനിക്ക് വലിയ കോൺടാക്ട്സ് ഇല്ല. ഇതൊക്കെ അറിഞ്ഞത് വളരെ റീസെന്റ് ആയിട്ട് അറിഞ്ഞ കാര്യങ്ങൾ. അല്ലാതെ ഒരു വർഷം, ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം 1 വർഷം ആയിട്ടില്ല. ജൂലൈ 2-നാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു കോൺട്രാക്റ്റും പീരീഡ് ഉണ്ട്. എന്ന് വെച്ചാൽ കോൺട്രാക്റ്റും മുന്തോന്ന് എനിക്ക് പ്രശ്നമൊന്നുള്ള കാര്യമില്ല. കാര്യം ഇതിനു മുമ്പ് ഞാനൊരു പർട്ടിക്കുലർ കാര്യം വിളിച്ച് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് സുപ്രീം കോടതിയിൽ നിന്നും അല്ലല്ലോ പേരെന്ന് ചോദിച്ച ആളാണ് ഞാൻ. അത് എനിക്ക് അങ്ങനെ കോടതി ഒന്നും അല്ലല്ലോ തുറന്നു പറഞ്ഞ ഒരാൾക്ക് ഒരു കോൺട്രാക്ട് ഒരു പ്രശ്നമല്ലല്ലോ. അല്ല, അന്ന് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ റൈസ് ചെയ്യത്തക്ക രീതിയിലൊരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, 10 വർഷങ്ങൾക്ക് ഇപ്പുറം തനിക്ക് നേരിട്ടിട്ടുള്ള പീഡനങ്ങളെ പറ്റി പറയുകയും അത് കേസാവുകയും അതിന്റെ പേരിൽ രാജിവെക്കപ്പെട്ടിട്ടുള്ള മിനിസ്റ്റർമാരും വലിയ വലിയ സിനിമാ സംവിധായകരൊക്കെ ഉള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ രോഹൻ എന്നോട് ചോദിക്കുന്നത് അഖിൽമാർ എന്തുകൊണ്ട് ഇത് വൈകി എന്ന് പറയാൻ. ഇത് വൈകാൻ വേണ്ടിയിട്ട് ഇത് ഭീകര പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നാറൊന്നുമില്ല. നീയൊക്കെ ഈ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വരുന്നത് നാളെയിൽ ഒരു സീസൺ നടക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ്. അതിനൊരു കാരണം സിബിനായി മാറി എന്നുള്ളതാണ്. ഇപ്പൊ സിബിന് ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് മെഡിസിനുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, സൈക്കാട്രിക് മെഡിസിൻ കൊടുക്കുന്നു എന്നുള്ളത്. മെഡിസിൻ മാത്രമല്ല, അവനെ നിശബ്ദനാക്കുക, അവനെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ അവനെന്ന് പറയുന്ന ആള് ഇനി നാളെ എന്നെ എത്ര തള്ളി പറഞ്ഞാലും ഞാൻ കേൾക്കുമ്പോൾ ഒരു വേദനയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്സഹായാവസ്ഥ, ഇതാണ് ഞാൻ അവിടെ അഡ്രസ് ചെയ്യുന്നത്. അത്തരത്തില് ഇപ്പൊ അവിടെ
ഇപ്പോൾ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മത്സരാർത്ഥികളോട് ഒരു താല്പര്യം പ്രത്യേകമായിട്ട് കാണിക്കുന്നു എന്നുള്ള സ്വഭാവവിശേഷങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. സീസൺ 5 അത്തരത്തില് അഖിൽമാരാർ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നമ്മളോടോ? ആ, ഒരുപാടുണ്ടായിട്ടുണ്ട്. അതെങ്ങനെ റിയലൈസ് ചെയ്ത്? എനിക്ക് പ്രശ്നമല്ല, കാര്യം ഞാൻ വിജയിച്ച സ്ഥിതിക്ക് പിന്നീട് നമുക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളും മറ്റൊരാളെ ജയിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചതും എല്ലാം എനിക്കും അവർക്കും ആ ഷോയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അത് ഷോ കഴിഞ്ഞ സമയത്ത് ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ, അതായത് ഞാൻ പറഞ്ഞത് ഇതിന്റെ അണിയറെ പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരും എല്ലാം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്തിനേറെ പറയുന്നു, കുറെ ചില എപ്പിസോഡുകളുടെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില എപ്പിസോഡുകൾ കൊടുത്ത ടാഗ് ലൈൻ അല്ലെങ്കിൽ അതായത് ഇവർക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും വിഷയമേ അല്ല. അത് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഷോ ആണ് എന്നുള്ളതിന്റെ ഒരു ഫലമായിരുന്നല്ലോ റിസൾട്ട് വരുന്നത്. അങ്ങനെ സ്വതാല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുമ്പോൾ അത് അഖിൽമാരാർ എന്നുള്ള ഒരു മത്സരാർത്ഥിക്ക് അതൊരു വിഷയമല്ലായിരിക്കാം. എവിടേക്കോ ഈ ഷോയുടെ നീതികേട് കൂടിയാണ് അല്ലെ, ഒരു നീതിപൂർവമായ തീരുമാനമല്ല എന്നുള്ളത്. ഇത് തെറ്റാണെന്നുള്ളത് അറിയാം അല്ലെ. എന്നിട്ട് എന്തുകൊണ്ട് അത് സംസാരിക്കാഞ്ഞത്? ഈ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എനിക്ക് പൊതുവെ വിളിച്ചാരത്തും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരാൾ ഞാനിപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞാലും അത് പ്രത്യേകിച്ച് ആർക്കും പ്രശ്നമല്ല. ഞാൻ വിജയിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇതേ അവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാവാലോ. ഇപ്പൊ നേരത്തെ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞു ഇങ്ങനെ വ്യക്തിമാവോണ്ട് വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ സംസാരിക്കുന്നത് ആ പെൺകുട്ടി നേരിടേണ്ടി വരുന്നതുകൊണ്ട് മാത്രമല്ല, ഇതേ രീതിയിൽ അതെ അല്ല ഞാൻ പറയുന്നത് ആ ഒരു കുട്ടി അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മറ്റു കുട്ടികളും അല്ലെങ്കിൽ വ്യക്തികളും ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ടാണ് അല്ലെ, എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നത്, ഒരാൾക്ക് വേണ്ടിയിട്ടോ രണ്ടാൾക്ക് വേണ്ടിയിട്ടില്ല. അത്തരത്തില് അഖിൽമാരാർ എന്ന കണ്ടസ്റ്റന്റ് ഇത്രയും എനിക്കതൊരു വിഷയമല്ല എന്ന് പറയുമ്പോഴും ഇത്തരം നീക്കങ്ങൾ അവിടെ നടക്കുമ്പോൾ അത് മറ്റുള്ളവരെ കൂടി ബാധിക്കുന്ന വിഷയമല്ലേ? അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് കവറപ്പ് ചെയ്തത് എന്റെ കഴിവുകൊണ്ട് കവറപ്പ് ചെയ്ത ആളാ. ഇപ്പൊ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ച സമയത്ത് എന്തുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റുകൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ തോൽപ്പിക്കപ്പെട്ടേനെ. അപ്പൊ നമ്മൾ അതിനെ അതിജീവിച്ചു. ഇപ്പൊ നാളെയിലും പോകുന്ന ഒരു മത്സരാർത്ഥി, അതാ ഞാൻ പറയും, ഇപ്പൊ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളി കളിച്ച് കാണിച്ചു കൊടുത്തു. അയാളുടെ IPL പ്രകടന മികവ് കാണുന്ന സമയത്ത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ആരോ അവിടെ തന്നെ കിടക്കും. അതില്ലാത്ത കാര്യമൊന്നുമില്ല. അതിനകത്ത് നമ്മൾ ഒരു വിഷയം ചോദ്യം വ്യക്തമാണ്. അങ്ങനെ കളിച്ച് ജയിക്കാൻ പറ്റി, അങ്ങനെ ജയിച്ചു, അതുകൊണ്ട് എനിക്കതൊരു അപ്പോൾ അങ്ങനെ ഇപ്പോൾ കളിച്ച് ജയിക്കാൻ പറ്റി, എനിക്കതൊരു വിഷയമല്ല എന്ന് പറയുന്നു. ചോദ്യം ഇതാണ്, അതായത് ഇത്തരത്തില് നീതികേടുകൾ ഒരു ഷോ അത്രയും ജെന്യൂനായിട്ട് പോകുന്ന ഒരു ഷോയെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാനസികമായിട്ട് നേരത്തെ സിമിന്റെ കാര്യത്തിൽ തളർത്താൻ നോക്കി എന്ന് പറയുന്നു, ഇത്തരത്തിൽ നല്ല രീതിയിലേക്ക് ഗെയിം വരിക്കുന്ന സമയത്തും ഇവിടെ സ്വയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴും നീതി നിഷേധിക്കുന്നത് മറ്റുള്ള മത്സരാർത്ഥി കൂടിയല്ല. അഖിൽമാരാർ എന്നുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് സംസാരിക്കാൻ തോന്നിയിരുന്നില്ലേ എന്നായിരുന്നു. അല്ല, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട ചിലരുണ്ടായിരുന്നു, ഈ സീസണിലും ഇവർക്ക് വേണ്ടപ്പെട്ട ചിലരുണ്ടാകുന്നു. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരിക്കലും അറിയത്തില്ല, ഞാനിത് അഡ്രസ്സ് ചെയ്യുമ്പോൾ കയറി പോകുന്ന ഒരാളാണോ വേണ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അത് അവർ ചെയ്യുന്നത്, അത് ഈ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാമറമാന് വേണമെങ്കിൽ തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രങ്ങൾ 2 നായകന്മാരുണ്ടെങ്കിൽ അതിൽ ഒരു നായകനെ ബൂസ്റ്റ് കൊടുത്തുകൊണ്ട് ചെയ്യത്തക്ക രീതിയിലൊക്കെയുള്ള ഫ്രെയിമിങ്ങും പരിപാടികളൊക്കെ ചെയ്യാം. കാണുന്ന ആൾക്കാർക്ക് മറ്റേ ക്യാരക്ടറിന് കുറച്ചൊരു ഹൈപ്പ് ഫീൽ ചെയ്യും. അതൊരു ക്യാമറമാൻ വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ അതിൻ്റെ പിന്നിൽ ഏത് കണ്ടന്റ് പുറത്തു വരണം, ആരുടെ കാര്യങ്ങളാണ് കൂടുതൽ ജനം ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഇത് ആ ഷോയുടെ അണിയറ പ്രവർത്തകർക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നമുക്ക് അത് അവരുടെ താല്പര്യവുമാണ്. എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് അവർ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അവരിപ്പോൾ എന്നെ ബിഗ് ബോസിനകത്തേക്ക് കയറ്റുമ്പോൾ അഖിൽമാരാർ മെയിൽ ഷോവനിസ്റ്റ്, അവർക്ക് ആഗ്രഹിക്കുന്നത് അഖിൽമാരാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പം അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അവർ കയറ്റിവിട്ട സമയത്ത് അവൻ ഇന്നൊരാളാണെന്ന്, അതാണ് അവർ പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പം അവർ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല നമ്മളകത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളത് ആണെങ്കിൽ അത് പുറത്തു വരും, അതല്ലെന്നുണ്ടെങ്കിൽ അതായിരിക്കത്തില്ല പുറത്തു വരുന്നത്. വേണമെങ്കിൽ ഒഴിവാക്കാം, പുറത്തു വിടാം. അതിലിപ്പം നമുക്ക് പബ്ലിക്കിനോട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഷോ ഡയറക്ടേഴ്സിന്റെ മാത്രം അതൊരു അനീതിയായിട്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അഖിൽമാരാർ നിർത്തി ഈ സീസൺ 5 എത്തുമ്പോൾ ശരിക്കും കൃത്യമായിട്ട് ഇതിന് മുമ്പും ശേഷവും എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം അതിന് മുമ്പ് ഈ ഷോവിനെ പറ്റി തന്നെ മോശമായി പറഞ്ഞുകൊണ്ട് അല്ലെ പരാമർശ വ്യക്തിയാണ്. അതായത് മുണ്ടുപൊക്കി കാണിച്ചാൽ മതിയായിരുന്നല്ലോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചോദിച്ചില്ല. സീസണിൽ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിതിനെ മുമ്പുള്ള ധാരണയായിരുന്നു, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഈ ഷോനെ കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാൻ പറ്റുക എന്നുള്ളതിനെ ആ തീരുമാനത്തെയും സ്റ്റേറ്റ്മെന്റും മാറ്റിയിട്ടുണ്ട്. തിരിച്ച് ആ ഷോ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം വരുമ്പോൾ വീണ്ടും ആ ഷോ ഇത്രയും ഒരു അളിഞ്ഞ ഷോ എന്നുള്ള രീതിയിലേക്ക് വീണ്ടും പരാമർശിക്കപ്പെടുകയാണ്. എവിടെയൊക്കെയാണ് ഈ തിരുത്തലിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വിഷയമാണോ? ഞാൻ അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇതിനെതിരെ സംസാരിക്കരുത്, ഈ ഒരു സിസ്റ്റത്തിനെതിരെ സംസാരിക്കരുത്, ഈ വ്യക്തി എനിക്ക് അങ്ങനൊന്നുമില്ല. ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രോഹൻ എങ്ങനെയാണ് റീഡ് ചെയ്തേക്കുന്നത്? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? കുറച്ച്
അറിയാവുന്നൊരു ഫുഡ് പറ. ഉണ്ടാക്കാനാവുന്ന അറിയാവുന്ന ചുമ്മാ അറിയാവുന്ന ചായ ആയാലും പറഞ്ഞാൽ മതി. ചായ. അപ്പം നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെന്ന് നമ്മൾ രോഹൻ പറഞ്ഞിട്ട് വെള്ളം തിളപ്പിക്കണം, തിളയ്ക്കുന്ന വെള്ളത്തിനകത്ത് തേയില ഇടണം, പഞ്ചസാര ഇടണം, പാലിടണം. ഇത് നമ്മളെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണല്ലോ ചായ. ഇടയ്ക്ക് വെള്ളം തിളപ്പിച്ച് പഞ്ചാര ഇട്ടാൽ എന്ന് പറഞ്ഞ സാധനം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ചായ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് എന്ന് 10 പേരെടുത്ത് രോഹൻ പറഞ്ഞു. വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് പഞ്ചാര ഇട്ടാൽ ചായ ആവും. കാരണം നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും കേട്ടിട്ടില്ല. ഞാനൊരു ഇൻ്റർവ്യൂവിൽ 1 മണിക്കൂറിലധികം സംസാരിച്ച ഒരു വിഷയത്തെ ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് യഥാർത്ഥത്തിൽ മലയാള സിനിമ റിവ്യൂവേഴ്സിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കോമാളിത്തരങ്ങൾ കാണിച്ച് മറ്റുള്ള ആൾക്കാരെ ആക്ഷേപം കാണിച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ ഒരു മുൻ സീസണിൽ ഒരു മത്സരാർത്ഥിക്കെതിരെ ഞാനൊരു പരാമർശം ഉന്നയിക്കുകയും അപ്പോഴാണ് ഈ ബിഗ് ബോസ് എന്നൊരു സാധനം പോലും നമ്മുടെ അടുത്തേക്ക് ചോദ്യത്തിലേക്ക് വരുന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള മുൻ ചില മത്സരാർത്ഥികൾ സമൂഹത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളും വൃത്തികേടുകളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള അവരുടെ പല ആക്റ്റുകളും മാത്രമേ ഞാൻ ബിഗ് ബോസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ് വരുന്നത് 1 മിനിറ്റ് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അടിയും വഴക്കും ബഹളങ്ങളും ഇങ്ങനെ സാധനം. അപ്പം ഇതിൽ പോയി ശ്രദ്ധ നേടുക, മറ്റുള്ള ആൾക്കാരെ ആക്ഷേപിച്ച് ശ്രദ്ധ നേടുക, മോഹൻലാലിനെയും മമ്മൂക്കയും കണക്കുള്ള ആൾക്കാർക്കെതിരെ തെറി പറഞ്ഞ് ശ്രദ്ധ നേടുക, പണം മുടക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു സിനിമയ്ക്കെതിരെ മോശം പറഞ്ഞ് ശ്രദ്ധ നേടുക, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും തുണി അഴിച്ചു കളഞ്ഞും എന്ത് കോമാളിത്തരങ്ങൾ കാണിച്ചും അല്ലെങ്കിൽ പാട്ടിനെ വികലമാക്കി ചിത്രീകരിച്ചും ശ്രദ്ധ നേടാൻ നടക്കുന്ന ഒരു പറ്റം ആൾക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചോദ്യം എൻ്റെ അടുത്തേക്ക് വരുന്നത്, അഖിലേട്ടൻ ബിഗ് ബോസിൽ പോകുമോ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നു, ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ലുലു മാളിൽ പോയി നിന്ന് തുണിവൊക്കെ കാണിച്ചാൽ പോരെ. എന്ന് വെച്ചാൽ ആൾക്കൂട്ടമുള്ള സ്ഥലം, അതൊരു ഉത്സവപ്പുറം പോവാൻ ലുലു മാൾ തന്നെ ആവണമെന്നൊന്നുമില്ല. ആൾക്കൂട്ടമുള്ളൊരു സ്ഥലം, അവിടെ പോയി നിന്ന് ഇങ്ങനെ കാണിച്ചാൽ മാനവ മര്യാദയ്ക്കും വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആരെയും നോക്കിയില്ലെങ്കിലും ഇത്തരക്കാരെ ആൾക്കാർ നോക്കും. അത് ഫാൻസ് ആണെന്ന് ധരിച്ചുകരുത്. പക്ഷെ ഇനി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് അതാണോ ചെയ്തത്? ഇപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യം അതിപ്പോൾ മാധ്യമപ്രവർത്തനം കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണെന്ന് നമ്മൾ പറയും. അതിൻ്റെ അർത്ഥം ഞാൻ പറയാണ് രാഷ്ട്രീയത്തിൽ മൊത്തം അഴിമതിക്കാരാണെന്ന് നമ്മൾ പറയുന്നു. കാര്യം നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കൂടുതൽ അഴിമതിക്കാരെ കുറിച്ചാണെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഞാനൊരു നല്ല രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് എന്തുകൊണ്ട് പെരുമാറി കാണിച്ചു കൊടുത്തുകൂടാ? ഇതല്ല രാഷ്ട്രീയം, ഇതാണ് രാഷ്ട്രീയം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ വിവരക്കേടും പൊട്ടത്തരവും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ വൃത്തികേട് കണ്ടിട്ട് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം ആവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനാകില്ല, നമ്മളിതാവില്ല. ഈ കഴിഞ്ഞ സീസൺ 5 കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതിൽ, അതായത് ഒരുപാട് ആൾക്കാർക്ക് സീസൺ 5 ഒരു ക്വാളിറ്റി ഷോ ആയിട്ട് കാണുന്നവരുണ്ട്. TRPയോ കൂപ്പോ ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല. ഈ സീസണിനെ കുറിച്ച് താരതമ്യം ചെയ്ത് നോക്ക്. ഈ ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സീസൺ 4 ഏറ്റവും മികച്ച സീസൺ ആയിരിക്കാം, ഒരു എതിർപ്പുമില്ല.